നമസ്കാരം. എത്രയും ബഹുമാനപ്പെട്ട കേരള CM ശ്രീ BD സതീശൻ അവർകൾ അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സാധാരണ സിനിമാ പ്രേമി എന്ന നിലയ്ക്കും വിദേശത്ത് താമസിക്കുന്ന ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്കും സിനിമകൾ ഇവിടെ കാണാൻ വേണ്ടി നാട്ടിലത്തെ പോലെ അന്ന് തന്നെ പറ്റില്ല എന്നുള്ളത് കൊണ്ടും, പ്രത്യേകിച്ച് മലയാള സിനിമ ഒക്കെ ഇറങ്ങുന്ന ദിവസം അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ദിവസം വെയിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ താമസിക്കുന്നത് അങ്ങനെ വലിയ സിറ്റിയിലല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആ സിനിമ കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും അവർക്ക്. അതിന്റെ മറ്റ് സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കളക്ഷനൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് അത് ഇവിടെ കൊണ്ടുവന്ന അത് ഫീസിബിൾ ആവുമോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാനിത് ഉള്ളടക്കമായിട്ട് ഇത് പറയുന്നതിന്റെ കാര്യം, എന്നോടൊപ്പം പലരും ഇത് ഞാൻ പറയുന്നതിനോട് അംഗീകരിക്കുമായിരിക്കും, ചിലപ്പം എന്നോട് വിയോജിപ്പും കാണും. പക്ഷേ അങ്ങ് ഒരു MSW ഡിഗ്രി ഹോൾഡറാണ്, ഞാനും അതെ. നമ്മൾ രണ്ടുപേരും പഠിച്ചത് ഒരേ സ്ഥാപനത്തിലാണ്. അങ്ങേക്കാൾ വളരെ ജൂനിയറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പാലിക്കുന്ന ചില സോഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ട്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെനിക്ക് സിനിമകളോടും ഉണ്ട്. ഞാനൊരു സിനിമാ പ്രേമിയാണ്, അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കുന്നതിലെ അതിന്റെ കഷ്ടപ്പാടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ മറ്റേത് തൊഴിലിനെ പോലെ തന്നെയും അവരും ജീവിക്കാൻ വേണ്ടി സിനിമ കൊണ്ട് ഉപജീവനം നടത്തുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ ലൈറ്റ് ബോയ്സ് മുതൽ സീനിയർ സ്റ്റാർസ് വരെയുള്ള ആളുകളെ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ, അവർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലൊക്കെ ഡിഫറെന്റ് ആയിരിക്കും, നമ്മളെ പോലെ ഒന്നും ആയിരിക്കില്ല. അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ലൈറ്റ് ബോയ്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർക്കേഴ്സോ അല്ലെങ്കിൽ അവിടെ അടുക്കളയിൽ ഭക്ഷണം വിളമ്പുന്നവരോ അല്ലെങ്കിൽ ക്രാബ് ബോയ്സോ അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബങ്ങള്, ആയിരക്കണക്കിന് കുടുംബങ്ങള്, അവരുടെ വീട്ടുകാരെല്ലാം ഈ സിനിമകൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് ഈ സിനിമ നിരൂപണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാടുണ്ട്. അതിപ്പോ ഏത് സിനിമ ഇറങ്ങിയാലും, ഇംഗ്ലീഷ് സിനിമ ഇറങ്ങിയാലും മലയാള സിനിമ ഇറങ്ങിയാലും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഏത് ഭാഷയിലുള്ള സിനിമ ഇറങ്ങിയാലും ആ സിനിമയ്ക്ക് ഒരു മിനിമം ബ്രീതിങ് സ്പേസ് കൊടുക്കാതെ ഉള്ള യൂട്യൂബ്, ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന നിരൂപണങ്ങൾ, അത് പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി, അത് എന്നേക്കുമായി നിർത്തലാക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട് എനിക്ക് അങ്ങയോട്. ഒരാഴ്ചത്തെ സമയം സിനിമകൾക്ക് കൊടുക്കുക. അത് ആദ്യത്തെ കുറച്ച് ദിവസം ആദ്യത്തെ 1-2 ദിവസം ഫാൻ ഷോ ഉണ്ടാവും. അത് കഴിഞ്ഞാണ് കുടുംബ പ്രേക്ഷകർക്ക് കയറാൻ പറ്റുന്നത്. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അതും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാണാനുള്ള അവസരങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ചിലര് സിനിമാ നിരൂപണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിനെയും ഒരു വിലയും കൊടുക്കാതെ തേച്ച് അരച്ച് ഒരു പരിധി കൂടുതൽ അതൊരു വ്യക്തിഹത്യ വരെ ആക്കി അവരുടെ യൂട്യൂബിലൊക്കെ വരുന്ന തമ്പനെയില് വരുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും എന്തോരം ഹീനമായിട്ടാണ് അവരത് പ്രസന്റ് ചെയ്യുന്നതെന്ന്. അതിൽ പലർക്കും കാശ് കിട്ടുന്നുണ്ട്. അവര് മറ്റുള്ളവരുടെ കണ്ണീരിന്റെ പുറത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ സിനിമ നിരൂപണം എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നത്. അത് ആ ഒരു കൂട്ടായ്മയെ, അത് സൃഷ്ടിച്ച ആളുകളെ തന്നെ ഇല്ലാതാക്കുകയാണ്. അത് മാത്രമല്ല, ഞങ്ങളെ പോലെയുള്ള സിൻസിയർ ആയിട്ടുള്ള സിനിമാ പ്രേമികൾ, എനിക്കൊന്നും സിനിമ കാണുന്നതിന് മുമ്പ് ഒരു സിനിമയെക്കുറിച്ച് യാതൊരു അസംഷനോ ജഡ്ജ്മെന്റ്സോ ഒന്നുമില്ല. ഞാൻ ഏത് സിനിമയെ കാണാൻ പോകുമ്പോഴും വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് കൃത്യമായി എനിക്ക് എന്താണ് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ടതെന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്നും എനിക്ക് പറയാൻ സാധിക്കും. അതൊരിക്കലും ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടല്ല പറയുന്നത്, ഒരു സിനിമയെ അറ്റാക്ക് ചെയ്തിട്ടല്ല പറയുന്നത്. അത് എന്റെ ചില റിവ്യൂസ് വായിച്ചാൽ ചിലപ്പോൾ അങ്ങേക്ക് മനസ്സിലാവും. എനിക്ക് സമയമില്ല എന്ന് എനിക്കറിയാം, പക്ഷെ സമയം കിട്ടിയാൽ വായിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. ഈ വീഡിയോ അങ്ങ് കാണുന്നുവോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങയുടെ തിരക്കുകളൊക്കെ എനിക്കറിയാം.
പക്ഷെ എൻ്റെ ഒരു അപേക്ഷയാണ്, നിയമം പാസാക്കാനുള്ള നടപടികൾ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിസഭ, എനിക്ക് അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല, മിനിസ്ട്രി ലെവലിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും അത് നടപ്പിലാക്കണം. ഹൈക്കോർട്ടിന്റെ അനുമതിയോടുകൂടി ഒരാഴ്ച സിനിമയ്ക്ക് ബ്രീതിങ് സ്പേസ് കൊടുക്കണം. ഒരു തരത്തിലുള്ള സിനിമയെക്കുറിച്ചുള്ള നിരൂപണങ്ങളും ഒരു ചാനലിലും വരാൻ പാടില്ല. പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു സിനിമാ നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പത്രത്തിൽ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ വരും, മംഗളം പോലത്തെ മാഗസീനിൽ വരും, അതും അല്ലെങ്കിൽ DD കേരളത്തിൽ വരും കുറച്ച് സമയം കാണാൻ. അതിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരുന്ന നിരൂപണങ്ങളാണ്. ഇന്ന് അതല്ല. ഇന്ന് ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള പ്രവണതയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ സിനിമാ നിരൂപണം എന്നും പറഞ്ഞ് ചെയ്യുന്നതും. ഇപ്പൊ ഉദാഹരണം, ഇന്നലെ ഇറങ്ങിയ സിനിമ ഇന്ന് റിവ്യൂ ഇടുന്നു, അത് മോശമാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അതിന് ഒരു മനുഷ്യന് വായിച്ചാൽ തൊലിയുരിഞ്ഞു പോകുന്ന തരത്തിലുള്ള തമ്പനെയിലുകൾ ഇടുന്നു. അത് ലോകം മുഴുവനും പ്രചരിക്കുന്നു. ഇതിനകത്ത് അഭിനയിച്ച ആളുകളെയും ഇതിന്റെ സാങ്കേതിക പ്രവർത്തകരെയും എല്ലാം അങ്ങേയറ്റം അടച്ച് ആക്ഷേപിക്കുന്നു. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് തോന്നിപ്പോവും മലയാളികൾ ഒട്ടും പ്രബുദ്ധരല്ല എന്ന്. അതായത് ഈ നിരൂപണം കണ്ടിട്ട് താഴെ ഇടുന്ന കമന്റുകള് അതിൽ അഭിനയിച്ച ആളുകളെയും അതിന്റെ സിനിമ സംവിധാനം ചെയ്ത ആളിനെയൊക്കെ ചീത്ത വിളിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കളിയാക്കുകയാണ്, പുച്ഛിക്കുകയാണ്. അവരുടെ മുഖത്തൊക്കെ മാറ്റങ്ങൾ വരുത്തി മോശമായ ചേഷ്ടകൾ ഉണ്ടാക്കി അതൊക്കെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവർക്ക് ഈ സിനിമാ പ്രവർത്തകർക്ക് ഇതൊന്നും കാണാനുള്ള സമയവും ഇല്ല, അവർക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇത് കാണുന്നവരാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മലയാള സിനിമ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, ലിറ്ററലി എനിക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആവും. എനിക്ക് വട്ടായി പോകും. ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട ആസ്വാദനം എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഞാനിപ്പോ താമസിക്കുന്ന സിറ്റി അങ്ങനെയാണ്. പണ്ട് കുറച്ചുകൂടെ നല്ല സിറ്റി താമസിച്ചിരുന്നപ്പം എല്ലാ മലയാള സിനിമകളും അവിടെ വരും, എന്തായാലും വന്നിരിക്കും. അപ്പൊ ഞാൻ പോയി കാണുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ഈ സിനിമയുടെ ആയുസ് തീർന്നു പോണേണ്. ഇതിന് പണം മുടക്കിയ പ്രൊഡ്യൂസർ ഇതുകൊണ്ട് ഇതിന്റെ പൈസ കിട്ടിയിട്ട് വേണം പുള്ളിക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാൻ. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായം തന്നെയല്ലേ സർ? അതൊരു ബിസിനസ്സാണ്, ഷോ ബിസിനസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ബിസിനസ് കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരെ നശിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം അങ്ങയുടെ മന്ത്രിസഭയിൽ നിന്നും ഉണ്ടാകണം എന്ന് ഒരു എളിയ സിനിമാ പ്രേമി എന്ന നിലയിൽ എന്റെ അപേക്ഷയാണ്. എന്റെ പേര് തോമസ് ഷാജൻ. ഞാൻ കാനഡയില് ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലുള്ള പ്രിൻസ് ജോർജ് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലാണ് താമസം. നന്ദി.